അതെ, നമുക്കിന്നൊരു ജേണൽ ബുക്ക് മേക്ക് ഓവർ ചെയ്താലോ? അതിന് വേണ്ടിയിട്ടേ ഒരു പഴയ ബുക്ക് എടുക്കുക. എന്നിട്ട് ആ പഴയ ബുക്കിൻ്റെ പുറംചട്ടയുടെ മേളിലോ അല്ലെങ്കിൽ ആ പുറംചട്ട പൊളിച്ച് കളഞ്ഞിട്ടോ നിങ്ങൾ അതിൻ്റെ മേളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ അതിനകത്ത് ഗമ്മും വെള്ളം കൂടെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലോട്ട് ഈ കാണിക്കുന്ന ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുക്കുക. ആ ഒരു ഷേപ്പിൽ തന്നെ മുറിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു വരച്ചതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് പേപ്പർ എടുത്ത് മുറിച്ച് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ സാധാ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ടിഷ്യൂ പേപ്പർ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഇതേപോലെ തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്ത് കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ ഇത് മിക്സിയിലൊക്കെ ഇട്ട് അടിക്കേണ്ടിയൊക്കെ വന്നു കേട്ടോ. നമ്മൾ ഇതേപോലെ ഗമ്മ് തേച്ചിട്ട് ആ ഒരു പേപ്പർ മിക്സ് ചെയ്തത് അതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ആ പേപ്പർ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റ് കളറും കൂടി ആഡ് ചെയ്യണം കേട്ടോ. എങ്കിലാണ് ആ ഒരു കളറ് കിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. അതിനകത്ത് ഒന്ന് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ആ വാതിലിന് 2 പിടിയും കൂടി വെക്കുന്നുണ്ട്. അതെല്ലാം വെച്ചതിന് ശേഷം നമ്മളതിന് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. പെയിൻ്റ് അടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് നിങ്ങളതിന് പെയിൻ്റ് അടിച്ചു കൊടുത്തോളൂ കേട്ടോ. ഞാനിവിടെ ഒരു പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ ആ പുറംചട്ടയിലും അതേപോലെ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. പിന്നെ ഒരു എന്താ ഒരു ഏസ്തറ്റിക്കൊക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് മുകളിൽ കുറച്ച് ഇലയും കുറച്ച് പൂവും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് എല്ലാ പച്ച കളറും പൂവും മഞ്ഞ കളറുമാണ്. വീഡിയോയിൽ അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ആ വാതിലിൻ്റെ പീടി വെച്ചില്ലേ, അതിനകത്ത് കുറച്ച് ബീഡ്സ് എന്തെങ്കിലും നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ കയ്യിൽ തെർമോക്കോൾ ബോൾസ് ഉള്ളതുകൊണ്ട് അതാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള അതൊക്കെ വെച്ച് നമ്മുടെ ബുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ജേണലിനും കൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജേണൽ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു നല്ല അടിപൊളി ഏസ്തറ്റിക് ജേണൽ ബുക്ക്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ. ഓക്കെ, ബൈ.